400 മീറ്റർ മുമ്പാണ് വർക്കല മുനിസിപ്പാലിറ്റിയുടെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും വർക്കലയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഈ അണ്ടർ പാസേജാണ്. ഓരോ വർഷവും ലക്ഷോപലക്ഷം ടൂറിസ്റ്റുകളാണ് ഈ അണ്ടർ പാസേജ് വഴി കടന്നു പോകുന്നത്. ആദ്യമായി വർക്കല വരുന്നവർക്ക് ഇങ്ങനെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതും വൃത്തിഹീനമായി കിടക്കുന്നതും വർക്കലയെക്കുറിച്ചുള്ള മതിപ്പില്ലാതാക്കും. ഇതെല്ലാം വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് സംരക്ഷിക്കണമെന്നും നിലവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വർക്കല അണ്ടർ പാസേജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ അതുകൂടി പറയാം. ഈ കനാൽ ഒഴുകുന്നത് വർക്കല അണ്ടർ പാസേജിന്റെ അടിയിലൂടെയാണ്. ഇത് പണ്ട് കാലത്ത് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്ന കാലത്ത് ആലപ്പുഴ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ചരക്കുകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ കനാലിലൂടെയാണ്. അതിന്റെ മുകളിൽ റോഡ് ഗതാഗതം, അതിന്റെ മുകളിൽ റെയിൽ ഗതാഗതം. ഒരു കാലത്ത് ഈ കനാൽ വീണ്ടും ഓപ്പൺ ആകുമ്പോൾ ഇതിലൂടെ ഓടുന്നത് ഹൗസ് ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ആയിരിക്കും. താങ്ക് യു ആൾ.